പ്രിയ കുട്ടികളെ, സ്മിത ടീച്ചറാണ്. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിന്റെ ഒരു ക്ലാസ് ആണ് എടുക്കുന്നത്. പ്രിയ കുട്ടികളെ, 10ാം ക്ലാസ് പാഠപുസ്തകത്തിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ മദർ ടു സൺ എന്ന ഇമ്പോർട്ടൻറ്റ് പോയമാണ് ടീച്ചർ ഇന്ന് പഠിപ്പിക്കുന്നത്. പേജ് നമ്പർ 157 ഒന്ന് എടുക്കുക. നമ്മുടെ പരീക്ഷയ്ക്ക് അതെങ്ങനെ ചോദിക്കും, ആ പോയത്തിൽ നിന്ന് എന്തൊക്കെ ചോദിക്കുമെന്ന് വളരെ ലളിതമായിട്ട് പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. പാട്ടങ്ങ് പഠിപ്പിച്ച് മുഴുവനങ്ങ് കംപ്ലീറ്റ് ചെയ്യുകയല്ല, അത് പഠിപ്പിച്ച് അതിൻ്റെ അർത്ഥവും എല്ലാം പറഞ്ഞ് വെറുതെ പോവുകയല്ല, പരീക്ഷയെ മുൻനിർത്തിയാണ് പഠിപ്പിക്കുന്നത്. കാരണം ഇതിനകത്തുനിന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് നേരെ ആ പോയത്തിൻ്റെ അർത്ഥത്തിലേക്ക് ആദ്യം ഒന്ന് പോകാം. ജീവിതത്തിൽ വളരെയധികം യാതനകൾ അനുഭവിച്ചിട്ടും തോൽക്കാതെ മുന്നേറിയ ഒരമ്മ തൻ്റെ മകനോട് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായാലും ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് ഉപദേശിക്കുന്ന, നല്ല ആത്മവിശ്വാസം പകരുന്ന ഒരു കവിതയാണ് ഈ കവിത. നമുക്കും അത് നല്ലൊരു പാഠമാണ്. നമുക്ക് നോക്കാം. വെൽ സൺ, ഐ വിൽ ടെൽ യു. മോനെ, ഞാൻ നിന്നോട് പറയട്ടെ. മോനെ, ഞാൻ നിന്നോട് പറയട്ടെ. ലൈഫ് ഫോർ മീ ain't been a no crystal stair. ജീവിതം എനിക്ക്, ലൈഫ് ജീവിതം എനിക്ക് ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ അല്ലായിരുന്നു. പളുങ്ക് പടികൾ, നല്ല മിനുസമുള്ള ഒരു പളുങ്ക് പടികളല്ലായിരുന്നു മോനെ എനിക്ക്. ജീവിതം എനിക്കൊരു പളുങ്കു പടികളല്ലായിരുന്നു. അപ്പോൾ അമ്മയുടെ ജീവിതം എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഒരു സ്റ്റെയർ കേസിനോടാണ് ഉപമിക്കുന്നത്. ക്രിസ്റ്റൽ സ്റ്റെയർ, നോ ക്രിസ്റ്റൽ സ്റ്റെയർ. ഒരു സ്റ്റെയർ ആയിരുന്നു, ഒരു പടികളായിരുന്നു, സ്റ്റെയർ കേസ് ആയിരുന്നു, പക്ഷേ അത് ക്രിസ്റ്റൽ സ്റ്റെയർ അല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? എനിക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതമായിരുന്നു എന്നാണ് തുടക്കത്തിലെ തന്നെ സൂചിപ്പിക്കുന്നത്. ഇനി അതൊരു വഴിയാണ്, ഒരു സ്റ്റെയർ കേസ് ആണ്. ഇറ്റ് ഹാഡ് ടാക്സ് ഇൻ ഇറ്റ്. അതിൽ പണി തീരാത്തതുപോലെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന ടാക്സ്, ആണികളുണ്ടായിരുന്നു, മുള്ളാണികളുണ്ടായിരുന്നു, ചെറിയ ചെറിയ ആണികളുണ്ടായിരുന്നു. ആൻഡ് സ്പ്ലിൻറ്റേഴ്സ്, അവിടെ കുപ്പിച്ചില്ലുകളും കൽച്ചീളുകളും, അതായത് മുനകളുള്ള കുപ്പിച്ചില്ലുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ബോർഡ്സ് ടോൺ അപ്പ്. ബോർഡ്, വഴി കാണിക്കുന്ന, നമുക്ക് വഴിയൊക്കെ സ്മൂത്ത് ആക്കണമെങ്കിൽ അങ്ങോട്ട് തിരിയണം ഇങ്ങോട്ട് തിരിയണം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ചൂണ്ടുപലകകൾ അവിടെ ഉണ്ടായിരിക്കും അല്ലേ? അത് കീറിപ്പോയാൽ നമുക്ക് ആ സ്ഥലം കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ ബോർഡ്സ് ആർ ടോൺ അപ്പ്. അങ്ങനെ ഉണ്ടായിരുന്ന മരപ്പലകകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയ അവസ്ഥയിലായിരുന്നു. ഈ ഭാഗത്തുനിന്നും ചോദിക്കാവുന്ന, അമ്മയുടെ ജീവിതം എന്തിനോടാണ് ഉപമിച്ചിരുന്നത്? സ്റ്റെയർ കേസിനോടാണ്. ക്രിസ്റ്റൽ സ്റ്റെയർ അല്ല, സ്റ്റെയർ കേസിനോട്. ആ സ്റ്റെയർ കേസ് എങ്ങനെയായിരുന്നു? ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ, പളുങ്കുപടിയൊന്നും ആയിരുന്നില്ല. ഇനി അതിലെന്തൊക്കെ ഉണ്ടായിരുന്നു? അതിൽ വളരെ ബുദ്ധിമുട്ടിയാണ് അവൾ ജീവിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഏതൊക്കെ വരികളാണ് എന്നിവിടെ നമുക്കൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനും നമുക്ക് ആ വരികളാണ് ഈ പറഞ്ഞേക്കുന്നത്. ലൈഫ് എനിക്ക് ക്രിസ്റ്റൽ സ്റ്റെയർ അല്ലായിരുന്നു, അതിൽ ടാക്സ് ഉണ്ടായിരുന്നു, സ്പ്ലിൻറ്റേഴ്സ് ഉണ്ടായിരുന്നു, ബോർഡ്സ് എല്ലാം കീറിപ്പോയതായിരുന്നു, ചൂണ്ടുപലകകൾ കീറിപ്പോയതായിരുന്നു. ആൻഡ് പ്ലേസസ് വിത്ത് നോ കാർപ്പറ്റ് ഓൺ ദി ഫ്ലോർ. ഇങ്ങനെ മുള്ളാണികളും കുപ്പിച്ചില്ലുകളും ഒക്കെ നിറഞ്ഞ് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റുകയില്ലാത്ത ആ സ്റ്റെയർ കേസിൽ, തൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ നിറഞ്ഞ് തൻ്റെ ജീവിതത്തിൽ നോ കാർപ്പറ്റ് ഓൺ ദി ഫ്ലോർ, ആ തറകളിൽ, കുപ്പിച്ചില്ല നിറഞ്ഞ തറകളിൽ ഒരു കാർപ്പറ്റ് പോലും ഇല്ല. ഇതിൻ്റെ കാല് വെക്കുമ്പോൾ മുറിയാതിരിക്കാൻ എനിക്ക് അല്പം ആശ്വാസം പകരാൻ ഒരു കാർപ്പറ്റ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് ജീവിതത്തിൽ സഹായമായിട്ട് ഒരു ചെറിയ സഹായം പോലും എനിക്കില്ലായിരുന്നു, എനിക്കൊരു ചെറിയ ആശ്വാസം പോലും ഒരിടത്തു നിന്നും കിട്ടുന്നില്ലായിരുന്നു എന്ന് ആ അമ്മ പറയാണ്. പിന്നെ ഫ്ലോർ എങ്ങനെയായിരുന്നു? ബെയർ, നഗ്നമായിരുന്നു. ജീവിതം നഗ്നമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ ബുദ്ധിമുട്ടുകളും അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ ഒട്ടും മാറ്റമില്ലാതെ, ഒരിടത്തുനിന്ന് ഒരു ആശ്വാസം പോലും കിട്ടാതെ അവൾക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്നു. അങ്ങനെയാണ് അവൾ ജീവിച്ചിരുന്നത് എന്ന് കാണിക്കാനാണ് ഒരൊറ്റ വാക്ക്, ബെയർ എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുകയാണ്. ജീവിതം അതിൻ്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളോടും കൂടി അവൾ അനുഭവിച്ചിരുന്നു. എന്നാലോ അവൾ പറയുന്ന ബാക്കിയാണ് നമ്മൾ ശരിക്കും കേൾക്കേണ്ടത്. ബട്ട് ഓൾ ദി ടൈം, ഇങ്ങനെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിച്ച് മുന്നോട്ട് പോയെങ്കിലും, ബട്ട് ഓൾ, എല്ലാ സമയവും, എല്ലാ ടൈമും, ഐ എൽസ് ബീൻ എ ക്ലൈംബിങ് ഓൺ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും
പടികൾ കയറിക്കൊണ്ടേയിരുന്നു. ഞാൻ മുകളിലേക്ക്, ഇതെന്തെല്ലാം സംഭവിച്ചാലും ഞാൻ മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു. ആൻഡ് റീച്ചിങ് ദ ലാൻഡിങ്സ്, ഞാൻ അതിൻ്റെ പടികളുടെ മുകളിലേക്ക് ഓരോ ലാൻഡിങ്സിൽ ഓരോ പ്രദേശത്തേക്ക് ഞാൻ ഉയർന്നുയർന്ന് പോയിക്കൊണ്ടിരുന്നു. ആൻഡ് ടേണിങ് കോർണേഴ്സ്, ചില തിരിവുകളിൽ ഞാൻ ചെല്ലും. ഞാനിങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് എല്ലാം അനുഭവിച്ചുകൊള്ളു. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ എനിക്ക് തിരിഞ്ഞു പോകേണ്ടി വന്നു. അതിന് ടേണിങ് കോർണേഴ്സ് ഉണ്ടായി. ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന ജോലി ആയിരിക്കില്ല, പെട്ടെന്ന് ജോലി മാറി. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളെയാണ് ടേണിങ് കോർണേഴ്സ് എൻ്റെ ജീവിതത്തിലുണ്ടായി. ആൻഡ് സംടൈംസ് ഗോയിങ് ഇൻ ടു ഡാർക്ക്, ഞാനിങ്ങനെ കഷ്ടപ്പാടുകൾ സഹിച്ച് മുന്നോട്ട് പോയപ്പോൾ എപ്പോഴും ഞാൻ നല്ല പ്രകാശത്തിലേക്കല്ല ചെന്നത്, പിന്നെയോ ഡാർക്ക്, ഇരുട്ടിലേക്കാണ് ഞാൻ ചെന്നത്. ഞാൻ സ്റ്റെയർ കേസ് കയറി സന്തോഷത്തിൽ ഓരോ പടികൾ കയറുന്നതോടും സ്റ്റെയർ കേസ് പലപ്പോഴും നന്നാകുകയും പ്രകാശപൂർണ്ണമാകുകയും അല്ല ചെയ്തത്. ഞാൻ ചെന്ന് കയറിയത് ഇരുട്ടിലേക്കാണ്. ഞാൻ പലപ്പോഴും വീണ്ടും പ്രശ്നങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കുമാണ് ചെന്ന് കയറിയെന്നാണ് ഡാർക്ക്. ഞാൻ ഗോയിങ് ഇൻ ദി ഡാർക്കിലേക്കാണ് പോയത്. വെയർ there ain't been no light, അവിടെ ഒരു പ്രകാശം പോലും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. സോ ബോയ്, അതുകൊണ്ട് മോനെ, ഞാനൊരു കാര്യം പറയട്ടെ, ഡോണ്ട് യു ടേൺ ബാക്ക്. നിനക്കും നിൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. നീ തിരിഞ്ഞു നോക്കരുത്, നീ പിന്തിരിഞ്ഞ് ഓടരുത്. യു ഡോണ്ട് ടേൺ ബാക്ക്. നീ പുറകോട്ട് തിരിഞ്ഞ് ഓടരുത്, പേടിച്ചോടരുത്, മുമ്പോട്ട് തന്നെ പോകണം. ഞാൻ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിട്ടും, വഴികളിൽ പോലും പ്രശ്നങ്ങളുണ്ടായിട്ടും ഞാൻ എപ്പോഴും മുന്നോട്ട് തന്നെ പോയി. ഡോണ്ട് യു സെറ്റ് ഡൗൺ ഓൺ ദി സ്റ്റെപ്സ്. സെറ്റ് ഡൗൺ, നീ അവിടെ ഇരിക്കരുത്. നീ സ്റ്റെപ്പിലിരുന്ന് കുറച്ച് വിശ്രമിച്ചപ്പോൾ തോന്നും മടുത്തു എന്ന് തോന്നും. വീണ്ടും ഇരുന്ന് നീ പോകും. പക്ഷെ അതിന് പകരം വീണ്ടും മുന്നോട്ട് കയറിക്കൊണ്ടേയിരിക്കുക. കോസ് യു ഫൈൻഡ് ഇറ്റ്സ് കൈൻഡർ ഹാർഡ്. വളരെ ഹാർഡായിട്ട്, വളരെ ബുദ്ധിമുട്ടായിട്ട് നിനക്ക് തോന്നിയേക്കാം. ജീവിതം വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. എന്നാലും യു ഡോണ്ട് ഫാൾ നൗ. നീ വീഴാൻ പാടില്ല, പിന്തിരിഞ്ഞു പോകാൻ പാടില്ല, ഇരുന്ന് വിശ്രമിച്ചു പോകാൻ പാടില്ല. നീ മുൻപോട്ട് തന്നെ കയറിക്കൊണ്ടിരിക്കണം. അങ്ങനെ പറയാൻ കാരണം, ഫോർ എൽ സ്റ്റിൽ ഗോയിങ്, ഞാൻ ഇപ്പോഴും മുന്നോട്ട് തന്നെ പോവുകയാണ് ഹണി. പ്രിയപ്പെട്ട മോനെ, ഞാൻ ഇപ്പോഴും ഇത്രയും കഷ്ടപ്പാടുകൾ കൂടി വന്നിട്ടും ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകണം. ഐ വിൽ സ്റ്റിൽ ക്ലൈംബിങ്, ഞാൻ ഇപ്പോഴും സ്റ്റെപ്പുകൾ, ജീവിതത്തിൻ്റെ പടവുകൾ ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നീ മനസ്സിലാക്കുക, ഇപ്പോഴും ലൈഫ് ഫോർ മീ ഈസ് ഇൻ ബി നോ ക്രിസ്റ്റൽ സ്റ്റെയർ. എൻ്റെ ജീവിതം ഇപ്പോഴും പളുങ്കുപടികളൊന്നുമല്ല, പക്ഷെ ഞാൻ മുമ്പോട്ട് തന്നെ കയറുകയാണ്. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും മുന്നോട്ട് തന്നെ പോകണം, പിന്തിരിഞ്ഞു പോകരുത്, പരാജയപ്പെടരുത് എന്ന് സ്വന്തം ജീവിതവും കൂടെ പറഞ്ഞുകൊണ്ട് മകനെ ഉപദേശിക്കുന്ന നല്ല ഒരു കവിതയാണ് നമ്മളിപ്പോൾ കേട്ടത്. നമുക്ക് തന്നെ ആവേശം തോന്നുന്ന, നമുക്ക് ഏത് സാഹചര്യത്തിലും ആവേശം തോന്നുന്ന, എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു ഉപദേശമാണ് ഈ നൽകിയിരിക്കുന്നത്. കവിതയുടെ അർത്ഥമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലായതാണ്. അത് മാത്രം പോരാ, അതിൻ്റെ അപ്രീസിയേഷനും അതിൽ നിന്നുള്ള ചോദ്യോത്തരവും നന്നായിട്ട് പഠിച്ചു വെച്ചാലേ നമുക്ക് പരീക്ഷയ്ക്ക് മാർക്കുള്ളൂ. ടീച്ചറിൻ്റെ എപ്പോഴും ഏത് ക്ലാസ്സിൻ്റെ ഉദ്ദേശം, ടീച്ചറിൻ്റെ ക്ലാസ് കേൾക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര മാർക്കായിരിക്കണം. ആ പാഠം പഠിക്കുന്നതോടൊപ്പം ഭയങ്കര മാർക്കുമായിരിക്കണം. പിന്നെ ഈ കവിതയുടെ ആശയം നോക്കിയപ്പോൾ ടീച്ചറിനങ്ങ് പറഞ്ഞു തരാതിരിക്കാൻ പറ്റിയില്ല. എനിക്ക് തന്നെ ഒരു ആവേശം നൽകുന്ന, സന്തോഷം നൽകുന്ന, ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു കവിതയായിരുന്നു. അതുകൊണ്ടാണ് ടീച്ചറിൻ്റെ അർത്ഥം പറഞ്ഞത്. നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അർത്ഥമൊക്കെ പഠിച്ചതായിരിക്കാം. ഇനി നമ്മൾ ഈ യൂണിറ്റിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യോത്തരങ്ങളും അതിനുശേഷം ഉറപ്പായും ചോദിക്കുന്ന അപ്രീസിയേഷനും പഠിക്കുകയാണ്. ഈ യൂണിറ്റിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്കൊന്ന് നോക്കാം. ചിലപ്പോൾ ആ പോയം നമുക്ക് തന്നിട്ടായിരിക്കും, അതിൽ നിന്ന് എന്തെങ്കിലും പെറുക്കി എഴുതാം എന്ന് വിചാരിച്ചാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് ഈ ചോദ്യോത്തരങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. എഴുതിയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ അത്യാവശ്യം വലിപ്പത്തിലാണ് ടീച്ചർ കാണിക്കുന്നത്. സിമ്പിളായ ഉത്തരങ്ങളൊക്കെയാണ്. അതിപ്പോൾ തന്നെ ടീച്ചറിൻ്റെ കൂടെ പഠിച്ചു പോലെ വീഡിയോ പോസ് ചെയ്ത് പഠിച്ച് നല്ല ഒരു കോൺഫിഡൻസ് നേടിയെടുക്കാം. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യോത്തരങ്ങൾ നോക്കാം. ഹൂ ഈസ് ദ സ്പീക്കർ ഇൻ ദി പോയം? ആരാണ് ഇതിലെ
സ്പീക്കർ, ആരാണിതിൽ സംസാരിക്കുന്നത്? മദറാണ് സംസാരിക്കുന്നത്. അടുത്ത, ഡു യു ഫീൽ ദി പ്രസൻസ് ഓഫ് എ ലിസണർ? അവിടെ ഒരു കേൾവിക്കാരൻ, ലിസണർ, ഒരു കേൾവിക്കാരനുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതിൻ്റെ ആൻസറാണ് യെസ്, കേൾവിക്കാരനുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത് തോന്നിയത്? ഹൗ, എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്തത്? ഒരു കേൾവിക്കാരനുണ്ടെന്ന്. ഹി അഡ്രസ്സസ് ഹെയർ സൺ, പലപ്പോഴും അവളുടെ മകനെ മകനെ എന്ന് വിളിക്കുന്നുണ്ട്, ഹണി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെയാണ് തോന്നിയത്. രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദി എക്സ്പ്രഷൻ നോ ക്രിസ്റ്റൽ സ്റ്റെയർ മീൻ? ആ ഒരു പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? നോ ക്രിസ്റ്റൽ സ്റ്റെയർ, അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ മീനിങ് എഴുതേണ്ടത് ദി എക്സ്പ്രഷൻ സജസ്റ്റ് ദാറ്റ്, ആ എക്സ്പ്രഷൻ്റെ മീനിങ് ഇതാണ്. എന്താണ് ഇത്? ഇവിടം തൊട്ടാണ് എൻ്റെ ആൻസർ. ലൈഫ് ഈസ് നോട്ട് ഈസി ആൻഡ് സ്മൂത്ത്. ലൈഫ് ഈസ് നോട്ട് ഈസി ആൻഡ് സ്മൂത്ത്, വളരെ ലളിതമായ വാക്കിലാണ്. ഈസി അല്ല, സ്മൂത്തുമല്ല നമ്മുടെ ജീവിതം എന്നാണ് അതിൻ്റെ മീനിങ്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, വാസ് ലൈഫ് ഈസി ഫോർ ദി നരേറ്റർ? ഈ പോയം അവതരിപ്പിച്ചിരിക്കുന്ന ആൾക്ക് ലൈഫ് ഈസി ആണോ? അമ്മ അവതരിപ്പിക്കുന്ന പോലെയാണ്, അമ്മയ്ക്കത് ഈസി ആണോ? അങ്ങനെ ഈസി ആണോ എന്ന് ചോദിച്ചപ്പോൾ നോ എന്നാണ് നമുക്ക് ആ കവിത പഠിച്ചിട്ട് തോന്നിയത്. പിക്ക് ഔട്ട് ദി എവിഡൻസ് ഫ്രം ദി സ്റ്റാൻസ ടു സപ്പോർട്ട് യുവർ ആൻസർ. നിങ്ങളുടെ ആൻസറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ വാക്കുകളൊന്ന് എഴുതൂ. അപ്പോൾ ഇവിടെ ഒരു ഒറ്റ സെൻറ്റൻസ് കൊടുത്തിട്ടുള്ളൂ, അത് നമുക്ക് നോക്കാം. ഇറ്റ് ഹാഡ് ടാക്സ് ഇൻ ഇറ്റ്, അതിൽ കൂർത്ത ആണികൾ ഉണ്ടായിരുന്നു. ആൻഡ് സ്പ്ലിൻഡേഴ്സ് ആൻഡ് ബോർഡ് സ്റ്റോൺ അപ്പ്. അങ്ങനെ ഉള്ള വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, ബോർഡൊക്കെ കീറിപ്പോയി, സ്പ്ലിൻഡേഴ്സ് ഉണ്ടായിരുന്നു, ടാക്സ് ഉണ്ടായിരുന്നു. ഈ 3 വാക്കുകൾ നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനിയിപ്പോൾ തന്നിരിക്കുന്ന പോയമാണെങ്കിൽ ആ പോയത്തിൽ നിന്ന് എഴുതാനായിട്ട് പറ്റും. അടുത്തത്, ഫസ്റ്റ് ആൻസർ എൻഡ്സ് വിത്ത് ദി വേർഡ് ബെയർ. ബെയർ എന്നൊരു വാക്ക് പറഞ്ഞാണ് ആ ഫസ്റ്റ് ഭാഗം അവസാനിക്കുന്നത്. അതിൻ്റെ മീനിങ്, മീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ മീനിങ് അടുത്ത ആൻസർ ഇങ്ങനെയാണ്, ബെയർ സജസ്റ്റ് ലൈഫ് വിതൗട്ട് ഈവൻ ദി ബേസിക് നെസസിറ്റീസ്. അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റപ്പെടാത്ത ഒരു ജീവിതത്തിനെയാണ് ബെയർ ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ലൈഫ് ബിക്കംസ് ചലഞ്ചിങ് ഡസ് ദ സ്പീക്കർ ഗീവ് അപ്പ്? ഇവിടെ അർത്ഥം ആ ലൈഫ് ഭയങ്കര വെല്ലുവിളികൾ നിറഞ്ഞതായപ്പോൾ ആ അമ്മ ലൈഫിനെ ഉപേക്ഷിച്ചോ? ഗീവ് അപ്പ്, ഉപേക്ഷിക്കുക, ഗീവ് അപ്പ്, ഉപേക്ഷിക്കുക, ഉപേക്ഷിച്ചോ? ഹൗ ഡു യു നോ? നിങ്ങൾ എങ്ങനെയാണത് പറയാൻ പറ്റുന്നത്? നോ, അവൾ ആ ജീവിതം ഉപേക്ഷിച്ചില്ല. ദി സ്പീക്കർ ഡസൻ ഗീവ് അപ്പ്, സ്പീക്കർ ആ ജീവിതം ഉപേക്ഷിച്ചിട്ടില്ല. ഹി സേസ് ഹി സ്റ്റിൽ ക്ലൈംബിങ്, ഹി ഈസ് സ്റ്റിൽ ക്ലൈംബിങ്, ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവൾ പറയുന്നത്. അടുത്തത്, വാട്ട് ഡു ദി ഫ്രേസസ്? ഇവിടെ കുറേ ടേണിംഗ് കോർണേഴ്സ്, സെറ്റ് ഡൗൺ, അങ്ങനെ 2 പ്രയോഗങ്ങൾ ഒന്നുകൂടെ നോക്കിക്കേ. ടേണിംഗ് കോർണേഴ്സ്, സെറ്റ് ഡൗൺ എന്നീ പ്രയോഗങ്ങളുടെ മീനിങ് എന്താണ്? കണ്ടോ, മീനിങ് എന്താണ്? ടേണിംഗ് കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ്സ് ദി മൊമെൻറ്റ് വെൻ ലൈഫ് ടേക്സ് എ ഡിഫറെൻറ്റ് ടേൺ. ഒരു വഴിത്തിരിവുണ്ടായത് മറ്റൊരു രീതിയിലേക്ക് തിരിഞ്ഞു പോയ അതിനെയാണ് ടേണിംഗ് കോർണേഴ്സ്. ആൻഡ് സെറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ എല്ലാം അവസാനിപ്പിക്കുക. സ്റ്റോപ്പ് ഫൈറ്റിംഗ് എഗനസ്റ്റ് ചലഞ്ചസ് ആൻഡ് ഹാർഡ്ഷിപ്സ് ഓഫ് ലൈഫ്. ആ വെല്ലുവിളികൾക്കും പ്രശ്നങ്ങൾക്കുമെതിരെ ഫൈറ്റ് ചെയ്യുന്നത് നിർത്തുക, ബുദ്ധിമുട്ടുകൾക്കുമെതിരെ ഫൈറ്റ് ചെയ്ത് നിർത്തി വിശ്രമിക്കുക എന്നാണ് സെറ്റ് ഡൗൺ എന്ന മീനിങ് എന്നാണ്. അപ്പോൾ ഇതൊക്കെ ഒന്നുകൂടെ ഒന്ന് വായിച്ച് പഠിച്ചേര്. സിമ്പിളായിട്ടുള്ള ആൻസേഴ്സാണ്, നന്നായിട്ട് വായിച്ച് പഠിച്ച്. ഇനി ഇംഗ്ലീഷിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അതിങ്ങ് എളുപ്പത്തിൽ വരുമെന്നൊന്നും ഓർത്തിരുന്നേക്കരുത്. നല്ല സ്മൂത്തായ ഇംഗ്ലീഷ് ഉള്ളവർക്ക്, നല്ല ഗ്രാമർ ഉള്ളവർക്ക് ഇതൊന്നും പ്രശ്നമില്ല. നിങ്ങളുടെ കുറച്ച് വാക്കുകളോടെ കൂടിച്ചേർത്ത് അടിപൊളിയാക്കിക്കോളൂ. അല്ലാത്തവരോ എന്തെങ്കിലും എഴുതി വെക്കാമെന്ന് പറഞ്ഞിരിക്കരുത്. അതിന് പകരം കൃത്യമായ ഗ്രാമറോട് കൂടി കിട്ടണമെങ്കിൽ നമ്മൾ കാണാതെ പഠിച്ചു മനസ്സിലാക്കിയേ പറ്റൂ. അപ്പോൾ അത് എഴുതി നോക്കുക, പറഞ്ഞു നോക്കുക. വേറൊരു അപ്പീലും അതിനില്ല, വേറൊരു മാർഗം അതിനില്ല. അടുത്ത ചോദ്യം, ദി സ്പീക്കർ സ്പീക്സ് ഡാർക്ക് ടൈംസ്. അതുകൊണ്ട് എന്താണ് അർത്ഥം? വാട്ട് ഡസ് ദ പോയറ്റ് റെഫർ ടു ഹിയർ? റെഫർ, മീനിങ് എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ആൻസർ, ഡാർക്ക് ടൈംസ് എന്ന് പറഞ്ഞാൽ ആർ വെരി ഡിഫിക്കൽട്ട് മൊമെൻറ്റ്സ് ഇൻ ലൈഫ്.
വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ജീവിതം എന്നാണ് ഡാർക്ക് ടൈംസ് എന്ന് പറഞ്ഞാൽ അർത്ഥം. 8ാമത്തെ ചോദ്യം, വാട്ട് അഡ്വൈസസ് ഡസ് ദി സ്പീക്കർ ഗീവ്? എന്താണ് മകന് കൊടുക്കുന്ന അഡ്വൈസ്? പിക്ക് ഔട്ട് ദ റെലവൻറ്റ് ലൈൻസ് ഫ്രം ദി പോയം. ആ ഉപദേശം കൊടുക്കുന്ന ലൈൻസ് പോയത്തിൽ നിന്നും എടുത്തെഴുതുക. എന്താണ് അഡ്വൈസ് എന്ന് ആദ്യം എഴുതാം. ദി മദർ അഡ്വൈസസ് ഹെയർ സൺ നോട്ട് ടു ഗീവ് അപ്പ്. ഒരിക്കലും പിന്തിരിയരുത്. പ്രശ്നങ്ങൾ വരുമ്പോൾ പിന്തിരിയരുത്. ഗീവ് അപ്പ്, ഉപേക്ഷിക്കരുത്. പ്രശ്നങ്ങൾ വരുമ്പോൾ ജീവിതം ഉപേക്ഷിക്കരുത്, പിന്തിരിയരുത് എന്നൊരു ഉപദേശമാണ്. അതിനുവേണ്ടി ഏത് ലൈൻസ് ആയിരുന്നു? സോ ബോയ് ഡോണ്ട് യു ടേൺ ബാക്ക്, ഡോണ്ട് സെറ്റ് ഡൗൺ ഓൺ ദി സ്റ്റെപ്സ്. അടുത്ത ചോദ്യം, വിത്ത് വാട്ട് മെസ്സേജ് ഡസ് ദി പോയം എൻഡ്? അവസാനം, ആ പോയത്തിൻ്റെ അവസാനം എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? ദി പോയം ends with the message that one has to display steady persistence to go up the stairway of life. ജീവിതത്തിൽ എപ്പോഴും മുന്നോട്ട് പോകാൻ ഒരു സ്ഥിരോത്സാഹം, സ്റ്റഡി പേഴ്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്ഥിരോത്സാഹം. ബുദ്ധിമുട്ടുകളിലും മുന്നോട്ട് പോകണം, എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകണം. അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉറപ്പായും മുന്നോട്ട് പോകാനുള്ള ചാൻസ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും. അതാണ് ജീവിതം കാണിച്ചു തരുന്നത്. ലോകത്തിലെ പലരുടെയും പല മഹാന്മാരുടെയും ജീവിതമൊക്കെ കാണിച്ചു തരുന്നത്. അത്ര നല്ല കവിതയാണ്. ഇതിൻ്റെ ചോദ്യോത്തരങ്ങൾ പഠിക്കുമ്പോൾ നമുക്കിതിൻ്റെ അർത്ഥങ്ങൾ വീണ്ടും നമുക്ക് പിടികിട്ടും. ഇനി ഒരു പ്രധാനപ്പെട്ട 6 അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യവും കൂടിയാണുള്ളത്. അത് അപ്രീസിയേഷനാണ്. അതിൻ്റെ ആസ്വാദനക്കുറിപ്പ് മലയാളത്തിൽ പറയുവാണെങ്കിൽ ഉറപ്പായും ചോദിക്കും. ഓരോ പരീക്ഷയ്ക്കും, പല പരീക്ഷയ്ക്കും ചോദിച്ചിരിക്കുന്നതാണ്. ലാസ്റ്റ് ഭാഗത്ത് വരുന്ന പോയമായതുകൊണ്ട് ഇതിൻ്റെ അപ്രീസിയേഷന് ആദ്യം ടീച്ചർ വിശദീകരിച്ചു തന്ന അർത്ഥങ്ങളൊക്കെ തന്നെയുള്ളൂ. അമ്മ മകന് കൊടുക്കുന്ന ഉപദേശമാണെന്നും ജീവിതം എത്ര ഡിഫിക്കൽട്ടി നിറഞ്ഞതായപ്പോഴും അവൾ മുന്നോട്ട് പോയി എന്നും, അപ്പോൾ അതുപോലെ നീയും പിന്തിരിഞ്ഞു നോക്കാതെ സ്റ്റെയർ കേസിലിരുന്ന് വിശ്രമിക്കാതെ നീയും മുന്നോട്ട് പോകണമെന്നും പറഞ്ഞു കൊടുക്കുന്ന ഒരു പോയമാണെന്നും, പിന്നെ അതിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫിൽ എന്ത് ചെയ്യണം? ആ പോയം വളരെ മനോഹരമായിട്ടുള്ള സ്റ്റാൻസകളാണ്. അതിലൊരു മ്യൂസിക്കൽ ഫ്ലോ ഉണ്ട്. നല്ല ഫ്ലോ പറയുമ്പോൾ എന്തിനാണ്, ഇംഗ്ലീഷ് വാക്ക് തന്നെയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ടോണൊക്കെ സോഫ്റ്റാണ്. നല്ല റിതമിക് വേർഡ്സാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഒരുപാട് മെറ്റഫേഴ്സ് എന്ന് പറഞ്ഞാൽ സാദൃശ്യങ്ങൾ, അങ്ങനെ പല സാദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പോയം ഒരു എക്സലൻ്റ് വർക്കാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ പോയത്തെക്കുറിച്ച് എഴുതുന്നതിനെയാണ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അത് വീണ്ടും ഇനി ഈ വീഡിയോയുടെ ലെങ്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ടീച്ചർ അതിൻ്റെ എല്ലാ മീനിങ് പറയുന്നില്ല. നിങ്ങൾ എന്തേലും എഴുതി വെച്ചേക്കാമെന്ന് പറഞ്ഞിരിക്കരുത്. ഒരു വാക്ക് പോലും കളയാതെ നിങ്ങൾ വായിച്ചു പഠിച്ച ശേഷം എഴുതി പഠിക്കുക. ഇതിൻ്റെ ഫസ്റ്റ് കമൻ്റായിട്ട് ടീച്ചർ ഇതിൻ്റെ അപ്രീസിയേഷൻ ഇട്ടേക്കാം. എല്ലാവരും ഒരു ബുക്കിലേക്ക്, നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ബുക്കിൽ ഏതെങ്കിലും ബുക്കിൽ എഴുതിയിട്ട് യാതൊരു കാര്യവും ഇല്ല. അതേ പറഞ്ഞു തന്ന അതേ മീനിങ് ആണ്. അപ്പോൾ നിങ്ങളത് എഴുതിയെടുത്ത് കൃത്യമായിട്ട് അപ്രീസിയേഷനോടെ പഠിച്ചാൽ ഈ പോയത്തിൽ നിന്നുള്ള ഫുൾ മാർക്ക് നമുക്ക് വാങ്ങാവുന്നതാണ്. പോയത്തിൻ്റെ അപ്രീസിയേഷൻ അഥവാ ആസ്വാദനക്കുറിപ്പാണ് അടുത്തതായി ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ളത്. നല്ല മാർക്കും ഉള്ള ഒരു ചോദ്യമാണ് അത്. അതിനകത്ത് നമുക്ക് എന്തെങ്കിലും എഴുതി വെക്കുകയല്ല, നമുക്ക് നല്ലൊരു അപ്രീസിയേഷൻ പഠിച്ച് വെച്ചതിന് ശേഷം അതിൽ നിന്ന് നല്ല ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് കുറച്ചുകൂടി കയ്യിൽ നിന്നൊക്കെ ഇട്ടത് പൊലിപ്പിച്ചെഴുതി വീണ്ടും കൂടുതൽ മാർക്ക് വാങ്ങാം. അങ്ങനെ സാധിക്കാത്തവർക്ക് എന്തേലും എഴുതി വെക്കാതെ നമ്മൾ അല്പം നന്നായിട്ട് പഠിച്ച് തന്നെ എന്നിട്ടൊന്ന് എഴുതിയൊക്കെ നോക്കി ആദ്യ ഭാഗങ്ങൾ നോക്കിക്കേ. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പോയം എന്നൊക്കെ തുടങ്ങുകയാണ്. അങ്ങനെ തുടങ്ങിയേക്കുന്നത് ഇതിനെക്കുറിച്ച് ആ കവിതയിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങളാണ്. അത് തന്നെയും പിന്നെയും പറയുന്നില്ല. ചോദ്യോത്തരങ്ങളെല്ലാം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. നിങ്ങളിത് കൃത്യമായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക. അതിനൊരു എളുപ്പത്തിന് വേണ്ടി ടീച്ചർ ഇത് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തേക്കാം. നിങ്ങളത് എഴുതിയെടുത്തിട്ട് വായിച്ചു പഠിച്ച് നിങ്ങളെക്കൊണ്ട് എന്തുമാത്രം പറ്റും എന്നുള്ളതൊരു പേപ്പറിലേക്ക് എഴുതി കൂടി നോക്കി പ്രാക്ടീസ് ചെയ്ത് പോവുക. അങ്ങനെ ലൈഫ് ഫോർ ഹെയർ ഹാസ് നോട്ട് ബീൻ സ്മൂത്ത്. അവൾക്ക് ലൈഫ് അത്ര സ്മൂത്ത് ഒന്നും അല്ലായിരുന്നു എന്ന് വരെ പറഞ്ഞു വെക്കുമ്പോൾ പോയത്തിൻ്റെ അർത്ഥമാണ്. ഈ അപ്രീസിയേഷൻ്റെ ഒരു 2ാം ഭാഗമുണ്ട്. അവിടെ തുടങ്ങുന്നത് ഈ പോയം നല്ല സ്റ്റഡി റിതമുള്ളതാണ്. ആ പോയത്തിന് നല്ല മ്യൂസിക്കൽ ഫ്ലോ ഉണ്ട്. അതിനകത്ത് റിതമിക് ഫിഗേഴ്സ് ഒരുപാടെണ്ണം വെച്ച് ഉണ്ട്. ഇമാജിനേഷനൊക്കെ ബ്രില്യൻ്റ് ആണ്. അങ്ങനെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മെറ്റഫേഴ്സ്, ക്രിസ്റ്റൽ സ്റ്റെയർ, ലാൻഡിങ്സ്
ഇങ്ങനെ വന്നിരിക്കുന്നതൊക്കെ ഈ പോയത്തെ വളരെ മനോഹരമാക്കി തീർക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു നല്ല പാരഗ്രാഫും കൂടെ എഴുതി കഴിയുമ്പോൾ നമ്മളുടെ അടിപൊളി അപ്രീസിയേഷനാണ് എഴുതുക. അതിന് എന്തെങ്കിലും ഒന്നുമല്ല, എല്ലാ സെൻറ്റൻസുകളും തമ്മിൽ വ്യത്യാസം ഉണ്ടാക്കാൻ വാക്കുകൾ പഠിച്ചു വെക്കുക. അങ്ങനെ പഠിച്ചു വെക്കുന്ന വാക്കുകൾ മറ്റു പോയമാണ് ചോദിക്കുന്നതെങ്കിലും അപ്രീസിയേഷൻ എഴുതാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ യൂണിറ്റിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങളും അതോടൊപ്പം അപ്രീസിയേഷൻ എന്ന ഭാഗവും ടീച്ചർ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇതെല്ലാം ഫസ്റ്റ് കമൻ്റായിട്ട് കൂടി ടീച്ചർ പിൻ ചെയ്തേക്കാം, നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. 10ാം ക്ലാസ്സിലെ പരീക്ഷയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പോയം നിങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊരു ക്ലാസ്സിനെ പറ്റി, സ്മിത ടീച്ചറിനെ പറ്റി അവരോട് പറയുക. വേറെ ഒരു സപ്പോർട്ട് കൂടി ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലൈവ് ക്ലാസ്സുകളും അതോടൊപ്പം നിങ്ങൾക്ക് എല്ലാ വിഷയത്തിനും നിങ്ങളുടെ 10ലെ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ മേടിക്കാനുള്ള സപ്പോർട്ട് നൽകാനായിട്ട് ടീച്ചർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അത് പ്രയോജനപ്പെടുത്തുക. അതിനുവേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഒരു ഫോൺ നമ്പറും കൊടുക്കുന്നുണ്ടാവും. അതുപയോഗിച്ച് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാവുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ പറ്റാത്തവർ ആ ഫോൺ നമ്പറിലേക്ക് SSLC എന്ന് നിങ്ങളൊരു മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് തരുന്നതായിരിക്കും. കൂടാതെ ഏത് സബ്ജക്റ്റാണ് ടീച്ചർ കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോഴാണ് നിങ്ങളെ ഏത് വിഷയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി പഠിപ്പിക്കണം. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി, വിഷമമില്ലാതെ, ടെൻഷനില്ലാതെ പരീക്ഷ എഴുതാമെന്ന് ടീച്ചർ കൃത്യമായിട്ട് പറഞ്ഞു തന്നിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം. ക്ലാസ് ഇഷ്ടമായോ? ക്ലാസ്സിൽ നിന്ന് നന്നായിട്ട് പഠിച്ചോ? നമുക്കിത് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങളുടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.